മൂന്നാം ഊഴത്തിന് മേലോട്ട് നോക്കിയിരിക്കത്തേ ഉള്ളൂ. കോൺഗ്രസ് രാഷ്ട്രീയമായി വൻ വിജയം നേടും. പിണറായി വിജയന്റെ നെഞ്ചത്തിട്ട് ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് ആലപ്പുഴയിൽ ജി സുധാകരൻ. തെക്കും വടക്കും പാർട്ടിയിൽ കലാപം നടക്കുമ്പോൾ പുറത്തു പോയവർ വരെ വന്നു നിന്ന് പിണറായിക്കിട്ട് താങ്ങുന്നു. ഇഞ്ചിഞ്ചായി തീർക്കാതെ ഒറ്റയടിക്ക് കൊന്നിട്ട് പോടാന്ന് AKG സെന്ററിൽ പിണറായി മോങ്ങലെന്നാണ് സോഷ്യൽ മീഡിയയിൽ ട്രോളുകൾ. ആലപ്പുഴയിൽ പിണറായിക്ക് ശക്തമായ സ്ഥാനം ഉറപ്പിച്ചു കൊടുത്ത സുധാകരൻ തന്നെ ഇന്ന് പിണറായിയെ വലിച്ചു തോട്ടിലെറിഞ്ഞിരിക്കുന്നത്. പിണറായി വിജയന്റെ മൂന്നാം ഊഴം എന്ന സ്വപ്നം വെറും വിഫലമാകുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ സുധാകരൻ പോസ്റ്റ് പങ്കുവച്ചത്. ഇതിന് താഴെ CPMലെ സുധാകരൻ അനുകൂലികളും പിണറായി അനുകൂലികളും തമ്മിൽ യുദ്ധമാണ് നടക്കുന്നത്. പുറത്തു പോയവന്മാരൊക്കെ ആ വഴിക്കങ്ങ് പോയേക്കണം, പിന്നെ ഈ പാർട്ടിയെക്കുറിച്ചും നേതാക്കന്മാരെക്കുറിച്ചും കൂടുതൽ ഉണ്ടാക്കാൻ നിൽക്കരുത് എന്നൊക്കെയാണ് പിണറായി കൂട്ടർ സുധാകരന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. തമ്മിലടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയിലേക്ക് ചെന്ന് കയറിയിട്ടാണ് സുധാകരൻ ഇമാതിരി ഡയലോഗ് അടിക്കുന്നതെന്നും പാർട്ടിയെ കൂടുതലൊന്നും പഠിപ്പിക്കാൻ നിൽക്കല്ലേ എന്നും നന്ദികേട് കാണിച്ച സുധാകരൻ ഇനി ഞങ്ങൾക്ക് സുധാകരനുമായി ഒരു ബന്ധവുമില്ല എന്നും ഈ പോസ്റ്റിന് താഴെ കമന്റുകൾ വരുന്നുണ്ട്. ക്യാപ്റ്റനൊക്കെ അങ്ങ് പാർട്ടി ആഫീസിൽ, കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട, പിണറായി വിജയൻ എന്ന ലൈനിലാണിപ്പോൾ ജി സുധാകരൻ. ഇവിടെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യവും കൂടിയുണ്ട്. പാർട്ടിയോട് എതിർപ്പ് പ്രകടിപ്പിച്ച് സുധാകരൻ പുറത്തുപോയെങ്കിലും പിണറായിക്ക് നേരെ ഇതുവരെ ഒരക്ഷരം പ്രതികരിക്കാൻ സുധാകരൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സാക്ഷാൽ പിണറായിയെ തന്നെ തള്ളിപ്പറഞ്ഞ് സുധാകരൻ സംസാരിച്ചിരിക്കുന്നത് എനിക്കിനി മുന്നും പിന്നും നോക്കാനില്ല എന്ന മുന്നറിയിപ്പ് തന്നെയാണ്. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുധാകരൻ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് പാർട്ടിയെയും ഭരണകൂടത്തെയും ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ പലതൊക്കെ പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. 6 പതിറ്റാണ്ടുകാലം ചുവപ്പൻ കൊടിയേന്തിയ കൈകൾ ഇനി എങ്ങോട്ട് എന്ന ചോദ്യത്തിന് കൃത്യമായ സൂചന നൽകുന്നതാണ് സുധാകരന്റെ കുറിപ്പ്. ആ പോസ്റ്റ് നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. 6 പതിറ്റാണ്ടിലേറെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനൊപ്പം അണിയായും നേതൃത്വ ഭാഗമായും പ്രവർത്തിച്ച എനിക്ക് നിർഭയമായും സത്യസന്ധമായും രാഷ്ട്രീയ പ്രവർത്തനം തുടരാനാകാത്ത സാഹചര്യമാണ് വർഷങ്ങളായി അനുഭവപ്പെടുന്നത്. അഴിമതിക്കാർക്കും ക്രിമിനൽ മാഫിയ രാഷ്ട്രീയം കൈയാളുന്നവർക്കുമെതിരെയുള്ള നിലപാടിന്റെ ഭാഗമായാണ് അമ്പലപ്പുഴ അസംബ്ലി മണ്ഡലത്തിൽ ജനകീയ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനമെടുത്തത്. അമ്പലപ്പുഴയുടെയും ജില്ലയുടെയും കേരളത്തിന്റെയും വികസന മുന്നേറ്റമാണ് ഈ നിലപാടിന്റെ ലക്ഷ്യം. അവസരം കിട്ടിയപ്പോൾ എല്ലാം വികസനം എന്താണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ വിജയിച്ചതായിട്ടാണ് നാട്ടുകാർ പറയുന്നത്. എന്നെ നേരിടുന്ന LDFന്റെ നേതൃത്വം നിരന്തരമായി സത്യവിരുദ്ധമായ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനങ്ങളെ ബന്ധപ്പെടുമ്പോൾ ഈ കുപ്രചരണങ്ങൾ ഒന്നും അവരെ ബാധിച്ചിട്ടില്ല എന്ന പ്രതികരണമാണ് ഉണ്ടായിട്ടുള്ളത്. മണ്ഡലമൊട്ടാകെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ജാതിമത പരിഗണനകൾ മാറ്റിവെച്ച് നല്ലവരായ അമ്പലപ്പുഴക്കാർ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതായി കാണുന്നു. എനിക്ക് വേണ്ടി അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നിസ്വാർത്ഥമായ പ്രവർത്തനമാണ് അവർ നടത്തുന്നത്. ഇക്കൂട്ടത്തിൽ ഇന്നത്തെ UDFൽപ്പെട്ട 100 കണക്കിന് പ്രവർത്തകർ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതായി കാണുന്നു. വിജയിക്കും വരെയും അവർ കൂടെ ഉണ്ടാകുമെന്ന് എന്നോട് വ്യക്തിപരമായി പോലും ഉറപ്പു തരുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ മണ്ഡലത്തിൽ ശക്തമായും ആത്മാർത്ഥമായും എനിക്ക് വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നു. അവരോടെല്ലാമുള്ള എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഇടതുപക്ഷത്തിൽ പൊതുവെയും CPMൽ പ്രത്യേകിച്ചും നിരവധി പാർട്ടി അംഗങ്ങളും 10,000-കണക്കിന് വോട്ടർമാരും എന്നെ വിജയിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് നിൽപ്പുണ്ട്. ഇത് ഭീഷണി രാഷ്ട്രീയത്തിനും കുപ്രചരണങ്ങൾക്കും തേജോവധങ്ങൾക്കും എതിരായി സത്യരാഷ്ട്രീയത്തിന്റെ സൂര്യപ്രഭ തെളിയിക്കാനുള്ള ചരിത്രപരമായ ഒരു പോരാട്ടമാണ്. ഇത് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും. പിന്തുണയ്ക്കുന്ന എല്ലാ സുമനസ്സുകൾക്കും നന്ദി. വിജയിക്കുന്നതുവരെ ഈ പിന്തുണ തുടരാൻ അഭ്യർത്ഥിക്കുന്നു. ഇതിന്റെ നന്ദി എക്കാലവും ഉണ്ടാകും. നിർണായകമായ ഈ ചരിത്രഘട്ടത്തിൽ അപമാനിക്കാനും അസഭ്യം പറയാനും കുപ്രചരണം നടത്താനും LDF നേതൃത്വം പരസ്യമായി രംഗത്ത് വന്നപ്പോൾ ആശ്വാസത്തിന് വചനങ്ങളുമായി പിന്തുണ പ്രവർത്തനങ്ങളുമായി രംഗത്ത് നിൽക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന UDFന്റെ ബുദ്ധിപൂർവമായ നിലപാട് ചരിത്രത്തിൽ ഒരു രജത രേഖയായി സ്ഥാനം പിടിക്കും. CPM നേതൃത്വം രാഷ്ട്രീയമായി പരാജയപ്പെട്ടപ്പോൾ പ്രതിപക്ഷ നേതൃത്വങ്ങൾ പൊതുവെയും കോൺഗ്രസ് നേതൃത്വം പ്രത്യേകിച്ചും രാഷ്ട്രീയമായി വിജയിക്കുന്നതാണ് കാണുന്നത്. ഇതിന്റെ ഫലമായി മൂന്നാം ഊഴം എന്ന മുഖ്യമന്ത്രിയുടെ സ്വപ്നം വിഫലമാകുകയാണ്. ഇതായിരുന്നു സുധാകരൻ പങ്കുവെച്ച ആ ഒരു കുറിപ്പ്.
അതിൽ CPM-നെയും പിണറായി വിജയനെയും വിമർശിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, കോൺഗ്രസ് നൽകുന്ന പിന്തുണയ്ക്ക് UDF-ന്റെ പ്രവർത്തനങ്ങൾക്ക് സുധാകരൻ നന്ദി പറയുകയാണ്. ഇതോടുകൂടി ഉറപ്പായിരിക്കുന്നു കൈപ്പത്തിയിലോട്ട് സുധാകരൻ ചാഞ്ഞിരിക്കുന്നു എന്നുള്ളത്. എന്നാൽ ഒരു കോൺഗ്രസ്സുകാരനാകാൻ എത്രത്തോളം സുധാകരന് കഴിയും? കാരണം കറകളഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു സുധാകരൻ. ഇനി അങ്ങനെയാണോ എന്നറിയില്ല. എന്തായാലും ആ ഒരു മൂല്യങ്ങൾ സുധാകരനിൽ നിന്ന് ചോർന്നു പോകുമോ? അത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. പക്ഷേ വർഗവഞ്ചകൻ, കുലംകുത്തി എന്നൊക്കെ സുധാകരനെ വിമർശിക്കുന്ന CPM-കാർ അയാളെ ആ ഒരു നിലയിലേക്ക് കൊണ്ടെത്തിച്ചത് CPM എന്ന ഈ പ്രസ്ഥാനം തന്നെയാണ് എന്നുള്ളത് മറന്നു പോകരുത്. ഈ പാർട്ടിയിൽ നിന്ന് പലരും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം കാരണക്കാർ ഈ പറയുന്ന ഒരു കൂട്ടം നേതാക്കളുടെ അപ്രമാദിത്വവും കൈകടത്തലുമാണ്. മുതിർന്ന നേതാക്കൾ പുതുതലമുറയ്ക്ക് വഴിമാറി കൊടുക്കണം. അതൊരു സത്യമായ കാര്യം തന്നെയാണ്. അതിനാണ് പരിഗണന കൊടുക്കേണ്ടതും. പക്ഷേ മുതിർന്ന നേതാക്കളെ ചണ്ടിയായി വലിച്ചെറിയരുത്. CPM അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചതാണ് ഈ നേതാക്കളെയൊക്കെ വലിയ കടുത്ത അമർഷത്തിലേക്ക് കൊണ്ടെത്തിച്ചതും ഈ പാർട്ടി വിട്ടുപോകാൻ അവരെ പ്രേരിപ്പിച്ചതും. സുധാകരൻ ആ പോസ്റ്റിൽ പറഞ്ഞു വെക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടിയുണ്ട്. അത് നമുക്ക് നോക്കാം. നിർഭയമായും സത്യസന്ധമായും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ എനിക്ക് സാധിക്കുന്നില്ല എന്ന സുധാകരന്റെ തുറന്നു പറച്ചിൽ പാർട്ടിയിലെ ആഭ്യന്തര ജനാധിപത്യം എത്രത്തോളം തകർന്നു എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വർഷങ്ങളായി താൻ നേരിട്ട അവഗണനയുടെയും ഒറ്റപ്പെടുത്തലിൻ്റെയും കനലുകൾ ആ വാക്കുകളിൽ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അണിയായും അമരക്കാരനായും പ്രവർത്തിച്ച തനിക്ക് ഇപ്പോൾ സ്വന്തം മണ്ണിൽ ശ്വാസം മുട്ടുകയാണെന്ന് അദ്ദേഹം പറയുന്നത്. അമ്പലപ്പുഴയിലെ പോരാട്ടത്തിൽ തനിക്ക് വേണ്ടി ആത്മാർത്ഥമായും നിസ്വാർത്ഥമായും പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രവർത്തകരാണെന്ന സുധാകരൻ്റെ വെളിപ്പെടുത്തൽ രാഷ്ട്രീയ കേരളത്തെ തന്നെ അമ്പരപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തന്നെ ചതിച്ച സ്വന്തം പ്രസ്ഥാനത്തേക്കാൾ അന്യമുന്നണിയിലെ പ്രവർത്തകർ തന്നെ സ്നേഹിക്കുന്നു എന്ന യാഥാർത്ഥ്യം പച്ചയ്ക്ക് വിളിച്ചു പറയുകയാണ് സുധാകരൻ. അവരോട് നന്ദി പറയുകയും ചെയ്യുന്നു. കോൺഗ്രസ് പ്രവർത്തകരോടുള്ള കടപ്പാട് പരസ്യമായി പ്രഖ്യാപിച്ചതിലൂടെ അമ്പലപ്പുഴയിൽ പുതിയൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടിൻ്റെ വിളംബരം സുധാകരൻ നടത്തിയിരിക്കുകയാണ്. പത്രിക സമർപ്പിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സുധാകരന്റെ ഈ നീക്കം LDF ക്യാമ്പിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പിണറായി വിജയന്റെ തുടർഭരണ മോഹങ്ങൾക്ക് സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ തിരിച്ചടി കിട്ടുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുമെന്ന് ഉറപ്പാണ്. സുധാകരനെതിരെയുള്ള കൊലവിളികൾ CPM-ൽ നിന്ന് അവസാനിക്കുന്നില്ല. പൊട്ടിത്തെറികൾ അതിരൂക്ഷമാണ്. ആലപ്പുഴയിൽ നിന്ന് വലിയ എതിർപ്പുകൾ സുധാകരനുണ്ട്. അതായത് പാർട്ടിയിൽ നിന്ന് വലിയ ഒരു എതിർപ്പ് സുധാകരനുണ്ടെങ്കിലും ആലപ്പുഴയിലെ അതേ പാർട്ടിയിൽ നിന്ന് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന വലിയൊരു പക്ഷവും ഉണ്ട്. ഇതാണ് CPM-നെ സംബന്ധിച്ചിടത്തോളം കനത്ത പ്രതിസന്ധിയായി മാറിയിരിക്കുന്നത്. സുധാകരനോടൊപ്പം ആരൊക്കെ പോകും? ആലപ്പുഴയിൽ വലിയ വോട്ട് ചോർച്ച ഉണ്ടാകുമോ? അമ്പലപ്പുഴയിൽ നിലം പൊത്തുമോ? അത്തരത്തിലുള്ള പ്രതിസന്ധികൾ, അത്തരത്തിലുള്ള വേവലാതികൾ CPM-നെ അലട്ടുന്നുണ്ട്.